ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന വേദനയും വിക്രത്തിനെയും നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രമോയിൽ കണ്ടു എന്തോ വലിയൊരു സസ്പെൻസുമായിട്ടാണ് അടുത്ത ദിവസത്തെ എപ്പിസോഡ് വരാനിരിക്കുന്നത്. അപ്പോൾ ആ വളക്കള്ളി ആണോ വളക്കള്ളനാണോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ആ വളയ്ക്ക് പിന്നിൽ വലിയൊരു സസ്പെൻസ് തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് എന്തായാലും വിശദമായ കഥയിലേക്ക് പോകാട്ടോ. നാളത്തെ എപ്പിസോഡിനകത്ത് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വർഷയും ശ്രീകാന്തുമാണ്. വർഷയും ശ്രീകാന്തും ദേഷ്യത്തോടു കൂടി വന്നിട്ട്, അത് വർഷയും ശ്രീകാന്ത് മാത്രമല്ല, നമ്മുടെ വേദയുടെ അനിയത്തി ദീപ്തിയും കൂടിയാണ് ദേഷ്യത്തോടു കൂടി വന്നിട്ട് ഈ പത്മയോടും മുത്തശ്ശിയോടും കൂടിയിട്ട്, അമ്മയോടും മുത്തശ്ശിയോടും കൂടി ഈ ഒരു വീഡിയോയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുക. നാട്ടിലിറങ്ങി നാണം കെട്ട് നടക്കാൻ വയ്യാത്തൊരവസ്ഥയായി. ഇപ്പോൾ ആദ്യം കുറേ പോസ്റ്ററായിരുന്നു. ആ പോസ്റ്ററിൻ്റെ ആ ഒരു ക്ഷീണം ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഇതേ അടുത്ത വീഡിയോ ആയിട്ട് മാലയിടൽ ചടങ്ങും മാത്രമല്ല ആ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ പ്രണയമായിരുന്നു അത്രേ. ഇതെന്തൊക്കെയാണ് നമ്മൾ ഈ കേൾക്കുന്നത്? ഇത് ആരെ തോപ്പിക്കാൻ വേണ്ടിയാണ് വേദേച്ചി ഈ ചെയ്ത് കൂട്ടുന്നത്? അച്ഛനെ നാണം കെടുത്താനാണോ വേദച്ചിയുടെ ഉദ്ദേശം? വേദച്ചി എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദീപ്തിയും അതുപോലെ തന്നെ എൻ്റെ അനിയനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അനിയനുമായിട്ടുള്ള വിവാഹത്തിന് അവൾ എന്തിനാണ് സമ്മതിച്ചത് എന്നൊക്കെ വർഷം ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവനെ കൂടെ കളിയായിരുന്നു എന്ന് വേണ്ടേ നമ്മൾ വിശ്വസിക്കാൻ. ഇവരിങ്ങനെ വേദയെ കുറ്റം പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് വർഷയും ദീപ്തിയും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് വരുന്നത്. ശങ്കരനാരായണൻ ഇത് കേട്ടുകൊണ്ടല്ല, മുത്തശ്ശി വേദയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ്. അതല്ല, ഇപ്പോൾ വേദയും വിക്രവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെങ്കിൽ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? വേദയുടെ ജീവിതം വഴിതെറ്റി പോയില്ല എന്നോർത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? വേദയ്ക്ക് ഇഷ്ടമുള്ള ഒരാളോട് ഒപ്പമല്ലേ കഴിയുന്നത്? അവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ അത് നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. പത്മം, നീ ഇതിനെ എതിർക്കുന്നുണ്ടോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചപ്പോൾ പത്മം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. വേദയ്ക്ക് നല്ലത് വന്നാൽ മാത്രം മതി, മറ്റൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന് പത്മവും പറയുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു വഴക്കും വക്കാണൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ ജസ്റ്റിസ് ശങ്കരനാരായണൻ വരുന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇറങ്ങിപ്പോയ ഒരു തീയെ ചൊല്ലി ഇനി ഇവിടെ വാക്കേറ്റവും വാക്ക് തർവവും ഒക്കെ ആയിട്ട് ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും കെടുത്താൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ഇനി അവളുടെ പേര് പോലും ഇവിടെ ഉച്ചരിച്ച് പോകരുത്. ഞാനും കേൾക്കുന്നുണ്ട്, കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കാനായിട്ട്. ഞാൻ മനുഷ്യൻ തന്നെയാണ്, ഞാൻ കല്ലൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജസ്റ്റിസ് ശങ്കരനാരായണനും കുറച്ച് ദേഷ്യത്തോടു കൂടി മുത്തശ്ശിയോടൊക്കെ സംസാരിക്കുകയാണ്. അമ്മ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വേറെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ തോന്നുന്നത് ഈ മീഡിയ ഒക്കെ പറയുന്നത് സത്യം തന്നെയാണ്. വേദ നമ്മളെയൊക്കെ ചതിക്കുകയായിരുന്നു എന്ന് തന്നെയാണ്. അപ്പോഴേക്കും മോനെ, ഒരിക്കലും നീ അങ്ങനെ പറയരുത്. വേദ ഒരിക്കലും നമ്മളെ ചതിച്ചിട്ടില്ല. അവൾ ഈ ഒരു അവസ്ഥയിലേക്ക് പെട്ടുപോയതാണ്. പക്ഷെ അവൾ അത് അംഗീകരിക്കാനും അവൾ ആ താലി മുറുകെ പിടിക്കാനും തയ്യാറാകുകയാണ് ചെയ്തത്. ഒരു പക്ഷേ അത് ദൈവത്തിൻ്റെ ആ ഒരു ഉൾവിളി തന്നെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ഈ കൊള്ളരുതായ്മയ്ക്ക് ദൈവത്തിനെ കൂട്ടുപിടിക്കുന്ന പരിപാടി നിർത്തിയാലേ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് അമ്മയെ ഒറ്റ ഒരുത്തിയാണ് അവളുടെ ജീവിതം തകർത്തത് എന്ന് വരെ പറഞ്ഞു കേട്ടോ. ആകെ സങ്കടപ്പെട്ടുകൊണ്ട് മുത്തശ്ശി അകത്തേക്ക് കയറി പോവുകയാണ്. നിങ്ങളൊക്കെ ഒരിക്കൽ തിരിച്ചറിയും വിക്രത്തിൻ്റെ നന്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പിന്നെ ആ തെരുവ് തണ്ടിക്കല്ലേ, ആ ഗുണ്ടക്കല്ലേ നന്മയുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് വർഷ ശ്രീകാന്തും കൂടി എന്തായാലും നമ്മുടെ പൈസ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, എൻ്റെ വള വെറുതെ പോയി, അവൾക്ക് കൊടുക്കണ്ടായിരുന്നു നന്ദിനിക്ക്. വള കൊടുക്കാൻ പോയത് ഏറ്റവും വലിയ പ്രശ്നമായത്. ഉള്ള പൈസ അവൾ ഇനി അത് തിരിച്ചു തരുന്നു തോന്നണുണ്ടോ? അവൾക്ക് അവിടെ നിന്ന് ആ വർഷം ഇറക്കി വിടാൻ പറ്റുമോ? ഇറക്കി വിട്ടാൽ തന്നെ ഇനി നമ്മൾക്ക് എൻ്റെ ആങ്ങളൊക്കെ അവളെ സ്വീകരിക്കാനായിട്ട് പറ്റുമോ? നാട് നീളെ അറിഞ്ഞിരിക്കുന്നു ഇനി രണ്ടാം കെട്ട്. ഒരുപക്ഷെ എൻ്റെ ആങ്ങൾ അതിനും തയ്യാറാകും. എൻ്റെ ആങ്ങളൊക്കെ അവളെന്ന് വെച്ചാൽ തലയ്ക്ക് പിടിച്ച് കിടക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയും കുറച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ്. മാത്രമല്ല നമ്മുടെ ശ്രീകാന്ത് അമ്മയോടും മുത്തശ്ശിയോടും കൂടെ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഒരു കാര്യം ഓർക്കണം, ഇവിടെ വിവാഹം കഴിഞ്ഞത് വേദയുടെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി ഒരാൾ കൂടി, ദീപ്തി കൂടി വിവാഹം കഴിക്കാനുണ്ട്. അവൾക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു വിവാഹാലോചന കിട്ടുമോ? അതുകൂടി നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം വേദയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അമ്മ എന്താ അമ്മ ഈ കേൾക്കണത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പത്മ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, നമ്മുടെ വേദയുടെ മുത്തശ്ശി പറഞ്ഞു, എന്തായാലും ഇവർ ഈ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ നമുക്ക് ദൈവമുണ്ട്, അല്ലെങ്കിൽ ദൈവമാണ് അവരെ കൂട്ടി യോജിപ്പിച്ചതെന്ന് ആശ്വസിക്കാം. മറ്റൊന്നിനും എനിക്കിപ്പോൾ നിർവാഹമില്ല, അങ്ങനെ ആശ്വസിക്കുക പത്മം എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിക്രം നല്ലവനാണെന്ന് തന്നെ വിശ്വസിക്കുക, അവൾക്ക് ഏറ്റവും നല്ല ജീവിതമാണ് കിട്ടിയതെന്ന് തന്നെ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അങ്ങ് പോവാണ്. ഇതേസമയം നമ്മുടെ നന്ദിനിയാണെ വേദയ്ക്ക് പണി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. വേദ കുളിക്കാൻ കയറുകയാണ് കേട്ടോ. വേദ കുളിക്കാൻ കയറുന്ന ആ ഒരു സമയത്ത് നമ്മുടെ നന്ദിനി വേദയ്ക്കൊരു പണി കൊടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ വേദ കുളിക്കാൻ കയറിയ സമയത്ത് നന്ദിനി പതുക്കെ വേദ കുളിക്കാൻ പോകുന്നതൊക്കെ നോക്കി ഇങ്ങനെ നിന്നിട്ട് വേദ കുളിക്കാൻ കയറി കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ പൈപ്പ് അങ്ങോട്ട് ഓഫാക്കുകയാണ്. ആ ഒരു വെള്ളം വരുന്ന ഒരു സംവിധാനം ഓഫാക്കി ഈ വേദയാണെങ്കിൽ ആകെ ശ്രീജയടത്തി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവസാനം പൈപ്പിൽ വെള്ളം വരുന്നില്ല. അവസാനം ശ്രീജ വെള്ളം കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ഈ നന്ദിനി.
അപ്പോൾ ശ്രീജേടത്തിക്ക് എന്തിൻ്റെ ആവശ്യം, അവൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾ വേണമെങ്കിൽ കുളിക്കാണ്ടിങ്ങ് ഇറങ്ങി പോരട്ടെ എന്ന രീതിയിലാണ് ഈ വർത്തമാനമൊക്കെ പറയുന്നത്. എന്തായാലും ഇതിനിടയ്ക്ക് നമ്മുടെ വേദ ഒരു വള, ഒന്നല്ല 2 വള കുളിക്കണതിന് മുമ്പ് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഹോളിൽ. അപ്പോൾ വേദ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞ് വേദ പതുക്കെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ ഒരു വള കാണാനില്ല. ആ ഒരു വള എവിടെ, വേദയുടെ വള ആ ഒരു അവിടെ ചുറ്റിനും അന്വേഷിക്കുകയാണ്. പക്ഷേ ഈ വള ഇത് എവിടെയെന്നോ ഒരു പിടിയിലാട്ടോ. പക്ഷേ അവൾ ചോദിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും ചോദിക്കുന്നുണ്ട് വേദ എന്താ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദ അന്വേഷിക്കുന്നത്. അവസാനം വേദ പറഞ്ഞു എന്താ ഇവിടെ കിടന്ന് എന്താ ഈ തപ്പുന്നേ എന്ന്. നമുക്ക് അമലയും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു ഇങ്ങനെ വള ഞാനിവിടെ കുളിക്കണതിന് മുമ്പ് ഊരി വെച്ചതായിരുന്നു, അതൊക്കെ ഇവിടെയാണ് ഊരി വെക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ശ്രീജ ചോദിക്കുന്നത് അത് സ്വർണ്ണവളയായിരുന്നില്ലേ എന്ന്. അവിടേക്കും വേദ പറഞ്ഞു ആ അതെ എൻ്റെ പൊന്നു അച്ഛ. അപ്പം ആ വളയ്ക്ക് ഇത്രമാത്രം മൂല്യം ഉണ്ടോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഇവരെ അന്തം വിട്ടിങ്ങനെ നോക്കുന്നത്. ഇവിടെ ഈ തപ്പെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഊരി വെച്ച വള സ്വർണ്ണമാണ് എന്നും മാത്രമല്ല 2.5 പവന് ഒരു വളയുണ്ടോ എന്നും ഒക്കെ പറഞ്ഞു കേട്ട് കഴിയുമ്പോഴേക്കും ഈശ്വര, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വിലയനുസരിച്ച് എത്ര ലക്ഷം രൂപയാണ്. ആ വള ഇത് എവിടെ പോകാനാണ്? ഈ വീട്ടിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവുള്ളൂ എന്ന് ഇവർക്കറിയാം. അപ്പോൾ ഈ വീട്ടിൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, മാത്രമല്ല ഞങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്, അപ്പോൾ ഇല്ലാത്ത ഒരാളേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി നമ്മുടെ വിക്രത്തിന് നേരെയാണ് കൈ ചൂണ്ടുന്നത്. വിക്രമായിരിക്കാം, അവൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം അവനില്ല, ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, വേണമെങ്കിൽ എല്ലാവരുടെയും മുറിയിൽ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് വിക്രം കയറി വരുന്നത്. വിക്രം കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്, വള എവിടെ, വളയെടുത്തത് നീയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. വേറെ ആരും ഈ ഒരു സമയത്ത് ഇവിടുന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ല, വള പോയിട്ടുണ്ടെങ്കിൽ അത് നീ കാരണം തന്നെയാണ്. പക്ഷേ നമ്മുടെ വേദ പറയുന്നുണ്ട് പോവുകയാണെങ്കിൽ പോട്ടെ, സാരമില്ല, അതിന് ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കാണാത്ത കാര്യം ഒരിക്കലും നമ്മൾ പറയാനും പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ പറയുന്നുണ്ട്. ഇതിപ്പോൾ ആരെടുത്താണോ അല്ലെങ്കിൽ അങ്ങനെ എടുത്തു എന്ന് പോലും ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേദ അവസാനം നമ്മുടെ വിക്രം സമ്മതിക്കുകയാണ് വളയെടുത്തത് ഞാനാണ് എന്ന്. എല്ലാവരും അന്തം വിട്ടു പോകട്ടോ. സ്വന്തം വീട്ടിൽ നിന്ന് കക്കുന്നോടാ, ഇത്രയും നാൾ പുറത്തുനിന്നേ ഉള്ളൂ കക്കല്, ഇപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നീ കക്കാൻ തീരുമാനിച്ചോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ മാഷ് ഇവനായിട്ട് തല്ലുമൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു വളയെടുത്തത് ആകെ സങ്കടത്തോടു കൂടി കുറ്റബോധത്തോടു കൂടി ഇവൻ എന്ന് പറഞ്ഞ് വളയെടുത്തത് കുറ്റബോധമൊന്നുമില്ല, എന്നാലും തല്ലുകൊണ്ട് ആകെ സങ്കടത്തോടു കൂടി ഇറങ്ങി പോവുകയാണ്. വേദയ്ക്കാണെങ്കിൽ സാരമില്ല, വളയല്ലേ അത് പിന്നെയും കിട്ടുമല്ലോ, എന്തെങ്കിലും ആവശ്യത്തിനെടുത്തതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ കള്ളനെ ന്യായീകരിക്കുന്ന ആരും ഇവിടെ വേണ്ട എന്ന രീതിയിലാണ് മാഷ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ കമലയും ഉത്തരം മുട്ടിപ്പോയി, നിൻ്റെ മകൻ ഈ ഒരു വീട്ടിൽ നിന്ന് തന്നെ സ്വന്തം ഭാര്യയുടെ വള കക്കുക എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ എത്രത്തോളം അതപ്പതിച്ചു, സുധാകരൻ മാഷിൻ്റെ മകൻ എത്രത്തോളം അതപ്പതിച്ചു എന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷും സങ്കടപ്പെടുകയാണ്. പിന്നെയാണ് കേട്ടോ ഈ വളയുടെ പിന്നിലെ സത്യാവസ്ഥ തിരിച്ചറിയുന്നത്. രാധയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വളയുടെ കേസ് നടക്കുന്ന സമയത്ത് വിക്രത്തെ തല്ലിച്ചത് വേദ കാരണമാണെന്ന രീതിയിൽ രാധ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നെയാണ് തിരിച്ചറിയുന്നത് ഈ ഒരു പെൺകുട്ടി ഈ വള കൊണ്ട് കൊടുക്കുകയാണ്, ഈ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഈ പ്രശ്നമൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വീട്ടിലേക്ക് ആ പെണ്ണ് വരുന്നതും ഈ വള തിരികെ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനകത്ത് ഇത് ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ വള തിരികെ നൽകുകയും ചെയ്യുന്നുണ്ട്. വിക്രമേട്ടൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കിടക്കണ സമയം എൻ്റെ അമ്മയ്ക്ക് അത്രയ്ക്ക് വയ്യാണ്ട് കിടക്കണ സമയത്ത് അമ്മയെ സഹായിച്ചതാണ്, ചിട്ടി കിട്ടാൻ താമസിച്ചുകൊണ്ടായിരുന്നു, അതുകൊണ്ട് വള എടുത്തു വന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്രയും തല്ല് കിട്ടിയിട്ടും അന്ന് അത്രയും ആൾക്കാർ കുറ്റപ്പെടുത്തിയിട്ടും വിക്രം അത് തുറന്ന് പറഞ്ഞില്ല ഇങ്ങനെ ഒരാളെ സഹായിക്കാനാണ് എന്ന്. അതറിഞ്ഞിരുന്നെങ്കിൽ ആരും കുറ്റപ്പെടുത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്ന് വേദ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പറയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വേദ എന്തായാലും ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എല്ലാ ദിവസവും കഥ നിങ്ങളിലേക്ക് പ്രൊമോസും റിവ്യൂസും എത്തും. സി യു അഗെയിൻ. താങ്ക് യു.